നമ്മുടെ ജീവിതത്തിൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പറ്റിയൊരു ടൂൾസാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ട് തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന മെറ്റാഫറുകളാണത്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കൊച്ചു കൊച്ചു കഥ. ലെക്ചർ കൊടുത്തുകൊണ്ടൊന്നും ആളുകൾ മാറില്ല, പക്ഷേ കഥകൾ കൊണ്ട് മാറും. അതിനു വേണ്ടിയാണ് ഈ ആക്ട് മെറ്റാഫർ ഉപയോഗിച്ച് പോരുന്നത്. ഉപയോഗിച്ചാൽ എന്താ ഗുണം? ഇത് നമ്മളെ പ്രതിരോധം, റെസിസ്റ്റൻസ് കുറക്കും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും, വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചു കൊച്ചു പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. ഒരു ക്ലിപ്പ് ബോർഡ് മെറ്റാഫർ ചെയ്യാം നമുക്ക്. നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലിപ്പ് ബോർഡ് ഉണ്ട്. അതിലൊക്കെ ചിന്തകൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളതിങ്ങനെ കുറച്ചിങ്ങനെ മുഖത്തിന് മുമ്പിലായിട്ട് പിടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നിങ്ങളിതുമായിട്ട് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നൊരവസ്ഥ. എന്നിട്ട് അതെടുത്തിട്ട് താഴെ വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ഡിഫ്യൂഷൻ. അടുത്തത് ഒരു ഭീകരനുമായി, ഒരു രാക്ഷസനുമായിട്ട് ഉള്ള ഒരു വടംവലി മെറ്റാഫർ. നിങ്ങൾ മുമ്പിൽ കിടക്കുന്ന ഈ ഭീകരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ ഇതിനുമായിട്ട് ഒരു വടംവലി നടത്താൻ പോവാണ്. നിങ്ങളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു, അത് കൂടുതൽ വലിക്കുന്നു. കയറ് വിട്ടാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ചിന്തകളുമായിട്ട് സ്ട്രഗിൾ ചെയ്യുക, അവസാനിപ്പിക്കുക. അതാണ് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത്. അടുത്തതായിട്ടൊരു ബസ് ഡ്രൈവർ മെറ്റാഫറാണ്. നിങ്ങളൊരു ബസ് ഡ്രൈവറാണെന്ന് വിചാരിക്കുക. അതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ചിന്തകളാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിർത്തൂ, ഒന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളാണ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇനി മറ്റൊന്ന്, നിങ്ങൾക്കൊരു സ്വിച്ച് മെറ്റാഫർ. നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ വേദന വരും. പിന്നെ ഓണാക്കിയാൽ പിന്നെയും വേദന കൂടി വരും. ആ സ്വിച്ച് ഓഫ് ചെയ്താലോ ഇട്ട് കുറയും. അടുത്തതായിട്ട് നമുക്കൊരാകാശവും കാലാവസ്ഥയും. ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ആകാശമാണ്, ചിന്തകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ അതിൻ്റെ കാലാവസ്ഥയാണ്. മഴ വരും, ചൂട് വരും, കാർമേഘങ്ങൾ വരും, വന്നു പോയിക്കൊണ്ടേയിരിക്കും. ആകാശം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മളെങ്ങനെയാണ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുക? തിയറി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, മെറ്റാഫർ ഡയറക്റ്റ് ചോദിക്കുക. ഉദാഹരണത്തിന് ഒരാൾ വരുമ്പോൾ പറയാം, നിങ്ങളുടെ ചിന്തകളെ ഒരു ബസ് പാസഞ്ചറെ പോലെ ഒന്ന് കണ്ടു നോക്ക്. ഈ ഒരു പറയുമ്പം തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, കണിശമായിട്ടുള്ള സൈക്കോളജിക്കൽ ടേംസ് ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുക. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കറിനെ പോലെ. ഈ മെറ്റാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യലാണ്. മെറ്റാഫർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു തെറാപ്പി എളുപ്പമാക്കും, ലളിതമായ വാക്കുകൾ വലിയ മാറ്റം. ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് എന്താണെന്നറിയോ? ഇതിലേതെങ്കിലുമൊക്കെ മെറ്റാഫർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒന്ന് ഉപയോഗിച്ചിട്ട് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതെന്ന് പറഞ്ഞറിയിക്കാം.